ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് ഏവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. ലേവ്യ പുസ്തകം അധ്യായം 26 9 മുതൽ 12 വരെ. ഞാൻ നിങ്ങളെ കടാക്ഷിച്ച് സന്താന സമ്പന്നരാക്കി വർദ്ധിപ്പിക്കുകയും നിങ്ങളോടുള്ള എൻ്റെ നിയമം സ്ഥിരമാക്കുകയും ചെയ്യും. നിങ്ങൾ പഴയ ധാന്യം ഭക്ഷിക്കുകയും പുതിയതിൻ്റെ നിമിത്തം പഴയത് പുറത്തിറക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും. എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങളെനിക്ക് ജനവുമായിരിക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ലേവ്യ പുസ്തകം 26 അധ്യായം 9 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുകയാണ്. മോശ എന്ന തൻ്റെ ദാസൻ വഴിയാണ് അവിടുന്ന് സംസാരിക്കുന്നത്. ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഇപ്രകാരമാണ്. ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാൻ പല മാധ്യമങ്ങളുണ്ട്. ദർശനങ്ങളിലൂടെ, ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെ, ചിലപ്പോൾ മനുഷ്യരിലൂടെ, അതുപോലെ പല മാർഗങ്ങൾ. ഇവിടെ ഇതാ ദൈവം മോശ വഴി ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുകയാണ്. അവരെ അനുഗ്രഹിക്കുന്ന തിരുവചനങ്ങളാണ് വാഗ്ദാനമായി നൽകുന്നത്. ദൈവത്തിൻ്റെ കടാക്ഷത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചു തുടങ്ങിയത്. ദൈവത്തിൻ്റെ കടാക്ഷം സർവസൃഷ്ടിക്കും അനുഗ്രഹമാണ്. അത് മനുഷ്യന്, പ്രത്യേകിച്ച് അവരുടെ സന്താന സമ്പന്നതയ്ക്കും ആത്മീക ഭൗതിക ആശീർവാദങ്ങൾക്കും കാരണമായിത്തീരും. മാത്രമല്ല, നമ്മുടെ ഭക്ഷണം, പാനീയം, ജീവിതത്തിലെ എല്ലാ അടിസ്ഥാന ആവശ്യങ്ങൾക്കും ദൈവത്തിൻ്റെ കടാക്ഷം മതിയായതാണ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അരുളി ചെയ്തവൻ തൻ്റെ കടാക്ഷം ദൈനംദിനം തൻ്റെ സൃഷ്ടിക്ക്, പ്രത്യേകിച്ച് തൻ്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മർത്യന് നൽകുന്നുവെന്ന സത്യമാണ് ഇവിടെ നാം കാണുന്നത്. നാം വായിച്ചു കേട്ട വേദഭാഗത്ത് രണ്ടാമതായി കാണുന്നത് ദൈവം തൻ്റെ നിവാസം അഥവാ തൻ്റെ വാസസ്ഥലം നമ്മുടെ ഇടയിലാക്കും എന്നുള്ളതാണ്. ദൈവം ആകാശത്തിനും അപ്പുറം അഥവാ ഏതോ ഒരു കോണിൽ ഒളിഞ്ഞിരിക്കുന്നവനല്ല. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ അഥവാ ദൈവം എല്ലായ്പ്പോഴും നമ്മോടുകൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ ഉള്ളം ഒരിക്കലും നമ്മെ വെറുക്കുകയില്ല എന്നുള്ളത് ദൈവം ഇവിടെ ഉറപ്പിച്ച് പ്രസ്താവിക്കുകയാണ്. അവസാനമായി നാം വായിച്ചു കേട്ട വേദഭാഗത്ത്
ദൈവം പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ഈ ദൈവത്തിൻ്റെ കടാക്ഷം, ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഈ ദൈവത്തിൻ്റെ നമ്മുടെ ഇടയിലെ സഞ്ചാരം, ഇത് നമുക്ക് കൂടുതലായി അനുഭവിച്ചുകൊണ്ട് ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവിടുത്തെ പാതയിൽ നമുക്ക് സഞ്ചരിക്കാം. ആമേൻ. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ നിന്നെ എന്നും വാഴ്ത്തിടാം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ നിന്നെ എന്നും വാഴ്ത്തിടാം.